നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പ ശ്രീ തിരുമംഗലത്തേവരേ ശരണം ഗുരുവായൂരപ്പ നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം 87-ാമത്തെ അധ്യായം, അതിലെ 36-ാമത്തെ ശ്ലോകം 23-ാമത്തെ ശ്ലോകമായിട്ട് ശ്രുതിഗീത പറയണു. ഓം സദ ഇദമുത്ഥിതം സദിതി ചേന്നനു തർക്കഹതം വ്യഭിചരതി ക്വച ക്വച മൃഷാ ന തഥോഭയയുക് വ്യവഹൃതയേ വികൽപ ഇഷിതോന്ധപരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്തജടാൻ. എൻ്റെ അന്വയം: സതഹ സാത്വിക ഭാവത്തിങ്കൽ നിന്ന്, അതല്ലെങ്കിൽ ഭഗവാന്റെ സത്തിൽ നിന്ന്, ഉത്ഥിതം ഉണ്ടായിരിക്കുന്ന, സത്തയിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ഇതം ഈ പ്രപഞ്ചം. ഇതം സത് ഇതി ചേത്, ഇത് സത്തായിട്ട് തന്നെ ഭവിക്കുന്നുവെങ്കിൽ നനു തർക്കഹതം, പിന്നെ ഒരു തർക്കിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഒരു യുക്തി ചെയ്യേണ്ട ആവശ്യമില്ല, യുക്തമോ അയുക്തമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്വച ചിലയിടത്ത് വ്യഭിചരതി, അതായത് രണ്ട് തോണിയിൽ കാലിട, ചിലത് നിയമത്തിനെ അനുകൂലിക്കാത്ത ഭാവത്തിൽ എത്താറുണ്ട്. അങ്ങനെ ക്വച വ്യഭിചരതി, ചിലയിടത്ത് നിയമത്തെ അനുകൂലിക്കുന്നില്ല. ക്വച ചിലയിടത്ത് മൃഷ, അത് മിഥ്യയായിട്ട് ഭവിക്കുന്നു. നിയമത്തിനെ അനുകൂലിക്കാത്തതും ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ അത് ഇല്ലാത്തതായിട്ടും അല്ലെങ്കിൽ സത്യഭാവം ഇല്ലാത്തതായിട്ടും സംഭവിക്കാം. തഥാ അപ്രകാരം ഉഭയയുക്ക്, രണ്ടിനും യോജിക്കുന്നതായിട്ട് ന ഭവതി, സംഭവിക്കൂല. അപ്പോൾ നിയമത്തോട് കൂടിയിട്ട് അങ്ങനെ സംഭവിക്കുക, അതേപോലെ മിഥ്യയായിട്ട് ഭവിക്കുക, അത് രണ്ടും കൂടിയിട്ട് സംഭവിക്കില്ല. നിയമത്തെ തെറ്റി സംഭവിക്കുക, അതേപോലെ തന്നെ ഇത് മിഥ്യയാണ്, ഇത് ഇല്ലാത്തതാണ്, തോന്നൽ മാത്രമാണ്, ഇങ്ങനെ സംഭവിക്കില്ല. വ്യവഹൃതയെ, ഈ വ്യവഹാരത്തിനായിക്കൊണ്ട് അന്ധപാരമ്പര്യം എന്ന് വെച്ചാൽ ജ്ഞാനമില്ലാത്ത ഒരവസ്ഥയിൽ അത് തന്നെ നമ്മൾ പിന്തുടരുകയാണ് എന്ന് സാരം. അതാണ് പരമ്പരയ, അന്ധപരമ്പരയ. ജ്ഞാനമില്ലാത്ത ഭാവത്തിൽ നമ്മൾ ഇതിനെ വ്യവഹാരം ചെയ്തുകൊണ്ടേയിരിക്കുക, കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. വികൽപ, ഇതൊരു ഭ്രമാണ്. ഈഷിത, ഇഷ്ടം തന്നെയാണ്. ഇനി എന്താ ഇഷ്ടം? ഇന്ദ്രിയപ്രീത്യർത്ഥം, ദേഹപ്രീത്യർത്ഥം, അതാണ്. തേ പക്ഷേ ഭഗവാനെ, അങ്ങയുടെ ഈ ഭാരതി, ഈ വാക്ക് ഉരുവൃത്തിഭിഹി, ഉരുവൃത്തി എന്ന് പറഞ്ഞാൽ എല്ലാ പണികളും എന്നും, അതേപോലെ തന്നെ ഈ ഉർവികളായിട്ടുള്ള അനേകങ്ങളായിട്ടുള്ള വൃത്തികൾ കൊണ്ട്, ഇന്നത് എന്ന് പറയാൻ നിവർത്തിയില്ല. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളാവാം, ജ്ഞാനേന്ദ്രിയങ്ങളാവാം, ദേഹമാവാം, മനസ്സാവാം, പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അത് മുഴുവൻ ഈ പദങ്ങൾക്ക് പദാർത്ഥങ്ങളോടുള്ള സംബന്ധത്തെ കാണിക്കുന്ന ഗുണലക്ഷണാദികൾ ആ ഭേദങ്ങളെ കൊണ്ട് പറയുന്നത് പോലെ ഉക്തജഡാൻ, കർമ്മങ്ങളിലുള്ള ശ്രദ്ധയുടെ ആധിക്യം കൊണ്ട് പൂർവ്വ ആചാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശക്തി ഇല്ലാത്തവരെ, കർമ്മശ്രദ്ധ നിമിത്തം ആലോചനാശക്തി കുറഞ്ഞ ജനങ്ങളെ ഭ്രമയതി, മോഹിപ്പിക്കുന്നു. നമ്മൾ ആലോചിക്കാറുണ്ട്, പൂജ ചെയ്യുമ്പോൾ പൂജ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുമ്പോൾ ഭഗവാനെ മറക്കും. ഭഗവാനെ കൂടുതലായിട്ട് ശ്രമിക്കുമ്പോൾ, ഓർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, ഭഗവാനെ മാത്രമായിട്ട് കാണുമ്പോൾ പൂജാവിധികളെ ചിലപ്പോൾ പിഴയ്ക്കും. ഇത് രണ്ടും ഒരേപോലെ കിട്ടണമെങ്കിലോ അത്ര എളുപ്പമല്ല. നമ്മൾ ശിഥിലമനസ്കരാണ്, ഒന്നിൽ വിചാരിക്കുമ്പോൾ വേറൊന്ന് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, പൂജാവിധി വൃത്തിയായിട്ട് ചെയ്യുക, ഇത് രണ്ടും കൂടിയിട്ട് സാധിക്കില്ല. കാരണം ഭഗവാൻ ഏതവസ്ഥയിലാണ് നമ്മുടെ മനസ്സിലെത്തുക, ആ ഭാവത്തിലാണ് അപ്പം നമുക്ക് തോന്നുക. അപ്പോൾ പൂജാവിധി തെറ്റും. നമ്മൾ പൂജിക്കുന്ന അതേ രീതിയിൽ തന്നെ ഭഗവാൻ നിന്ന് തരില്ല. ഭഗവാൻ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അത് പൂജ ചെയ്യുന്ന ആൾക്ക് ഭഗവത് സ്മൃതി, ഭഗവാന്റെ ഈ അനുഭൂതി അത് കിട്ടുന്ന ഒരാൾക്കേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഭഗവാൻ നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് ഈ പൂജ സ്വീകരിക്കുകയാണ്. ഒരു
ഭക്തൻ ഇതേപോലെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ പിന്തിരിഞ്ഞിരുന്നു എന്നും, ഇങ്ങനെ കൃഷ്ണൻ പിന്തിരിഞ്ഞിരിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് എന്നെ മാത്രമല്ല മറ്റു ചിലരെയും പൂജിക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സാന്ദർഭികമായിട്ട് ചെയ്യേണ്ടി വന്നതാണ്, അത് അങ്ങേക്ക് ക്ഷമിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാ. അങ്ങയുടെ ഭക്തി ശരിയല്ല എന്ന് പറഞ്ഞു കൃഷ്ണൻ. അപ്പോൾ ആ ഭക്തൻ പറഞ്ഞത് എനിക്ക് കൃഷ്ണനെ അല്ലാതെ കണ്ട് വേറെ യാതൊന്നും അറിയില്ല എന്നാണ്. കൃഷ്ണാൽ പരം തത്വമഹം ന ജാനാമി എന്നാണ് പറഞ്ഞത്. കൃഷ്ണനല്ലാതെ കണ്ട് കൃഷ്ണോ രക്ഷതുമ ചരാചര ഗുരു. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ഒരു ഭാവത്തിൽ ഏക ഈശ്വര ഉപാസനാ സമ്പ്രദായം കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് മൂർത്തി പോലും ഒന്ന്, രണ്ട് മൂർത്തി ഇല്ല, കൃഷ്ണനേ ഉള്ളൂ, നരസിംഹ ഇല്ല, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. കൃഷ്ണനും അങ്ങനത്തെ ഒരു വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വിശ്വാസം, നമ്മുടെ മനസ്സിരുത്തൽ ഇത് ഒന്നിലേക്ക് തന്നെ എത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ശിഥില മനസ്കര. എന്നാൽ ഈ ശിഥിലത ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നൂടെ? ഭഗവാങ്കലും പ്രവൃത്തിയിലും പൂജയിലും ഒരേപോലെ വന്നൂടെ? അത് വരൂല്ല, അത് ഭിന്നത്തിലാണ് വരിക. അത് വല്ലാത്തൊരു അത്ഭുത. നമ്മൾ വിചാരിക്കണേക്കാൾ കൂടുതൽ കനമുണ്ട് ഈ ഏകീഭാവം കിട്ടാത്തതിന്. സത ഇതമുത്ഥിതം സദ് ഇതി ചെന്നനു തർക്കഹതം വ്യഭിചരതി ക്വച ക്വച മൃഷ ന തഥോഭയയുക് വ്യവഹൃതയേ വികൽപ്പ ഇഷിതോന്ധ പരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്ത ജഡാൻ. ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോൾ ഇഷ്ടങ്ങൾ അനവധി ഉണ്ടായതുകൊണ്ട്, ഇഷ്ടഭാവ വ്യത്യാസം കൊണ്ട്, ഇഷ്ടവ്യത്യാസം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കഷ്ടത സംഭവിക്കാം, ദുഷ്ടരായി മാറാം, ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ കാരണം? എന്താ ദുഷ്ടത? ഇപ്പോൾ ഭഗവാനെ പൂജിക്കുന്ന ഒരാൾക്ക് എന്ത് ദുഷ്ടതയുള്ളത്? ഒരു ദുഷ്ടതയില്ല. പക്ഷേ ദുഷ്ടത വന്നു, എന്ത്? ഭഗവാനെ നിഷേധിക്കുക എന്നത് വരും പൂജാക്രമം തെറ്റിക്കഴിഞ്ഞാൽ. നേദ്യം കൊടുക്കുന്ന സമയത്ത് സത്യന്തവർത്തേന പരിഷിഞ്ചാമി ഭൂർഭവസ്വരം അമൃതോപസരണമസി എന്നാണ് തുടക്കത്തിൽ വേണ്ടത്. അതിൽ ആദ്യമേ തന്നെ അമൃതാഭിധാനമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രം മാറി. അത് നേദ്യം കഴിഞ്ഞതിൻ്റെ ശേഷം കൊടുക്കേണ്ടതാ. പാർഷദന്മാർക്ക് ആദ്യം കൊടുക്കുക, വിശ്വക്സേനായ നമ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം സത്യന്തവർത്തേന പരിഷിഞ്ചാമി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പുഷ്പാഞ്ജലി വേണിച്ചാൽ ആദ്യം ചെയ്യാം, അങ്ങനെ വകുപ്പുണ്ട്. നമ്മൾ ആദ്യത്തെ ജലഗന്ധ പുഷ്പാദികൾ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആവാഹിച്ചിരുത്തിയതിൻ്റെ ശേഷം അത് കഴിഞ്ഞാൽ പിന്നെ ശരിക്ക് ഭക്ഷണം നൈവേദ്യം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നൈവേദ്യം ഉണ്ടാകാൻ താമസം ഉണ്ടെങ്കിൽ ആ സമയത്ത് പുഷ്പാഞ്ജലി ആവാമെന്ന് പറയുന്നുണ്ട്. വിസ്തരിച്ച് എല്ലാ പുഷ്പാഞ്ജലി ആവാം, വേദാവാം, പുരുഷ സൂക്തങ്ങളാദികൾ, അതേപോലെ തന്നെ സഹസ്രനാമങ്ങൾ ഒക്കെ ചെയ്യാം. ഉപാസനകൾ, ഇപ്പോൾ മന്ത്രം ഇത്ര ഉരുക്കഴിക്കണം എന്ന് അർച്ചന വിധിക്കുന്നുണ്ടെങ്കിൽ ആ അർച്ചന ആ സമയത്ത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നേദ്യം കൊടുത്താലും മതി. അതിനൊരു വിധിയുണ്ട്. അപ്പോൾ ഇത് വളരെയധികം മനസ്സിരുത്തിയിട്ടില്ല വെച്ചാൽ ഈ നിത്യസത്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഭഗവാനെ ഈ ലോകത്തിൽ നിത്യസത്യമായിട്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ ഒരു വാദിക്കണം എന്നൊരു തോന്നലുണ്ടാവുന്ന, അത് ശരിയല്ലല്ലോ. കാരണം ഇതൊക്കെ ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഇതെപ്പോഴും ഉണ്ടോ? ഇല്ല, ഇത് ശാശ്വതമല്ല. അപ്പോൾ ഈ വാദത്തെ യുക്തിയുക്തമായിട്ട് ഖണ്ഡിക്കേണ്ടി വരും. കാരണം എന്താ? ഇതിന് ശാശ്വത ഭാവമില്ല. അതേപോലെ തന്നെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ഫലമുണ്ടല്ലോ. ഭഗവാനെ പൂജിക്കുക, പക്ഷേ പ്രവൃത്തിയെ നമ്മൾ നിവൃത്തി മാർഗത്തിൽ എത്തിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് സത്യമാണോ? സത്യമല്ല. എന്താ കാരണം? അർത്ഥസത്യമാണ്. ഇത് പ്രവൃത്തി തന്നെയാണ്, പ്രവൃത്തി അല്ല എന്ന് പറയാൻ പറ്റില്ല. നിവൃത്തിയിലേക്ക് എത്തിക്കണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇത് യാഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ജനിക്കുന്നതായിട്ടുള്ള വസ്തു മിഥ്യയാണ് എന്ന് വരാം. അതായത്
നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവത് സ്മൃതി നഷ്ടപ്പെട്ടു വെച്ചാൽ ആ പൂജ നഷ്ടമായി. ആ സ്മൃതി താതാത്മ്യഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൂജ മുഴുമിച്ചില്ലെങ്കിലും ഭഗവാൻ വരം തരും ചെയ്യും. കാരണം ഈ ഭഗവാന് പൂജയുടെ ആവശ്യമില്ല. ഭഗവാന് നമ്മൾ കൊടുക്കണ നേദ്യം വേണ്ട. നമുക്കാണ് ഭഗവാന് നേദ്യം കൊടുത്തതിൻ്റെ പ്രസാദമായിട്ട് കിട്ടേണ്ടത്. പ്രസാദ കാമികളായിട്ടുള്ളവരെ പൂജിക്കാറുള്ളൂ. നിർഗുണ ബ്രഹ്മാവസ്ഥയിൽ എത്തിയതായിട്ടുള്ള ഒരു ഭക്തന് ഈ പൂജയുടെ ആവശ്യമില്ല. പൂജ ഇല്ലാണ്ട് തന്നെ ഭഗവാന്റെ മനോമുഖത്തിൽ തന്നെ ഭഗവാൻ പ്രസന്നനാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യത്തിൻ്റെ ഈ സ്വഭാവം, അസത്യത്തെ മറയ്ക്കുന്നതായിട്ടുള്ള മായയുടെ സ്വഭാവം, അത് രണ്ടും യഥാർത്ഥ ജ്ഞാനിക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അജ്ഞാനികളായിട്ടുള്ള മനുഷ്യരുടെ പരമ്പര സ്വന്തം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ ഈ ലോകത്തിലെ ദൃശ്യങ്ങൾ, അദൃശ്യങ്ങൾ, ഇത് രണ്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അക്കരപ്പച്ച അമേരിക്കയിൽ എന്താണാവോ, അതേപോലെ നമ്മുടെ ഉള്ളിൽ സാക്ഷി ജീവാത്മാവ്, പരമാത്മാവും ജീവാത്മാവും നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, ഇതെന്താണാവോ നമുക്കറിയോ? നമ്മുടെ മനസ്സിനെ നമുക്കറിയോ? മനോബുദ്ധി അഹങ്കാര ചിത്തത്തിൻ്റെ 4 ഭാവങ്ങളെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുമോ? നമുക്കൊന്നും അറിയില്ല. എന്നിട്ട് നമ്മളെല്ലാം അറിയുന്നു പറയും ചെയ്യും. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നത് പ്രവൃത്തിമാർഗം തന്നെയാണ്. ആ പ്രവൃത്തിമാർഗത്തിലാണ് ഇപ്പോൾ ഈ യജ്ഞാനുഷ്ഠാനങ്ങളോ മന്ത്രോച്ചാരണങ്ങളോ ഇതെല്ലാം നമ്മളാൽ ചെയ്യപ്പെടുന്നതായിട്ടുള്ള പലതും ഭഗവാനാൽ വിധിക്കപ്പെട്ടതായിട്ടുള്ള വേദങ്ങളെ അനുസരിച്ചാണ് ആ പണ്ഡിതന്മാർ, സൂരികൾ, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച ഋഷികൾ, മുനികൾ, അവരൊക്കെ അവരുടെ വാക്കുകളെ കൊണ്ട് ഇത് സമർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥങ്ങൾ ഇന്ന രീതിയിലാണ് എന്നെല്ലാം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ ഭ്രമിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ മനസ്സ് ആ ഒരു താതാത്മ്യ ഭാവത്തിലെത്താൻ നമുക്ക് എന്ത് വേണം? ഉപരിചരത്വം വേണം. ദേഹാവസ്ഥയിൽ നിന്നും മുകളിലേക്ക് എത്തുക എന്നൊരു ഭാവത്തിൽ നമ്മൾ എത്തണം. അപ്പോഴേ അത് പറ്റുള്ളൂ. എളുപ്പമല്ല. ആ ഒരു ഭാവത്തിലെത്താൻ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇല്ലാതെ കൊണ്ട് സാധിക്കില്ല. വരമായിട്ട് അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ അത് പറ്റുള്ളൂ. എപ്പോഴാണോ നമ്മൾ സാക്ഷിഭാവത്തിൽ, ഭഗവാന്റെ സാക്ഷിത്വമല്ല പറഞ്ഞത്, നമ്മൾ സാക്ഷിഭാവത്തിൽ മാറി നിന്നുകൊണ്ട് എല്ലാറ്റിനെയും വീക്ഷിക്കുവാൻ, അതിലെ തെറ്റും ശരിയും വിശകലനം ചെയ്യുവാൻ, വിവേകം ഉദിക്കുവാൻ പരിശ്രമിക്കുന്നത്, അപ്പോഴേ ജ്ഞാനം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. ഭഗവാൻ ഉദ്ധവനോട് പറയണത് ഗുണവും ദോഷവും ചിന്തിക്കണ്ട എന്നാ. പക്ഷെ ഈ ഗുണദോഷ ചിന്ത നമുക്ക് അതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ചെയ്ത് തെറ്റ് ശരികളെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ട് തെറ്റുകൾ എപ്രകാരത്തിൽ നമ്മിൽ വന്നു ചേർന്നിരിക്കുന്നു, പൂർവ്വജന്മത്തിൽ എങ്ങനെ വന്നു, ഇതിനെ നാം അറിഞ്ഞും അറിയാതെ കണ്ടും അതിനെ ഉപേക്ഷിക്കാൻ വേണ്ട സകല പ്രവർത്തനങ്ങളും ചെയ്താൽ മാത്രമേ മുക്തി കിട്ടുള്ളൂ. എപ്പോഴാണ് ഇത് ഉപേക്ഷിക്കേണ്ടത് എന്ന് ഭഗവാൻ ഉദ്ധവനോട് പറയുന്നുണ്ട്. കർമ്മം എപ്പോഴാണോ ഒടുങ്ങുന്നത് അപ്പോൾ. ഇനി ഉദ്ധവ അങ്ങൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. കാരണം കർമ്മം ഒടുങ്ങി. അപ്പോൾ ആ ഭാവത്തിൽ എത്തുന്നത് വരെ എന്ത് വേണം? ഇതൊക്കെ വേണം. ആദ്യം നമ്മൾ കർമ്മം ചെയ്യുക, പിന്നീട് അതിനെ വിശകലനം ചെയ്യുക. ചെയ്ത കർമ്മത്തിനെ വിശകലനം ചെയ്യല്ല, മാറി നിന്നുകൊണ്ട് ഇതിനെ മുഴുവൻ പഠിക്കുക. പഠിക്കുമ്പോൾ ഈ ശരിതെറ്റുകളെ മനസ്സിലാവും. ശരിതെറ്റുകളെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ക്രമേണയായിട്ട് നമ്മിൽ നിന്ന് തന്നെ ഒരു ജ്ഞാനം നമുക്ക് ഇൻഡ്യൂഷൻ പോലെ കിട്ടും. അത് കിട്ടാറാവുന്നത് വരെ കർമ്മയോഗമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇത് കിട്ടുമ്പോഴും പൂർണ്ണമാവില്ല. അതുകൊണ്ട് കർമ്മയോഗം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് എപ്പോഴാണോ ദ്വന്ദ്വം കടക്കാൻ പറ്റുന്നത് അപ്പോൾ വരെ. തിളപ്പിച്ച എണ്ണ നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ചൂട് അനുഭവപ്പെടരുത്. അത് ചൂട് അനുഭവപ്പെടാതിരിക്കാൻ ചില സൂത്രങ്ങളൊക്കെ ഉണ്ട്. ആ സൂത്രങ്ങൾ പ്രയോഗിച്ചിട്ടല്ല. തിളച്ച വെള്ളമായാലും കനലായാലും അതേപോലെ തന്നെ തണുത്ത ഐസ്, സയൻസ് പഠിക്കുന്നവർക്കറിയാം. ഈ ഐസ് കൊണ്ട് പൊള്ളിക്കുമ്പോഴാണോ തീ കൊണ്ട് പൊള്ളിക്കുമ്പോഴാണോ കൂടുതൽ അനുഭവിക്കുക എന്ന് ചോദ്യമുണ്ട്.
അപ്പോൾ ഐസ് കൊണ്ട് പൊള്ളിക്കുമ്പോഴാണ് കൂടുതൽ എന്ന് അതിൻ്റെ ഉത്തരം. അതാണ് സയൻസ്. അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ അത് സയൻസാണ്, ഇത് ആധ്യാത്മിക. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നല്ലോണം വിശകലനം ചെയ്ത് വിവേകത്തോട് കൂടിയിട്ട് അതിനെ അറിഞ്ഞാൽ തന്നെ പറ്റുള്ളൂ. ജ്ഞാനവും വിജ്ഞാനവും കൂട്ടി ചേർത്താൽ മാത്രമേ പറ്റുള്ളൂ. അവിടേക്ക് എത്തണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. അതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. സത ഇതമുത്ഥിതം സദിതി ചെന്നനു തർക്കഹതം വ്യഭിചരതി ക്വച മൃഷാ ന തഥോഭയയുക് വ്യവഹൃതയേ വികൽപയിഷിതോന്ധ പരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുഗ്ധജടാൻ. കുറച്ചധികം എത്ര എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും മുഴുവനാവില്ല. ഉദ്ഭൂതം ഭവതഃ സതോപി ഭുവനം സന്നൈവ സർപ്പസ്രജ കുർവൽ കാര്യം അപീഹ കുടകനകം വേദോപി നൈവം പര അദ്വൈതം തവസത് പരം തു പരമാനന്ദം പദം തന്മുദാ വന്ദേ സുന്ദരം ഇന്ദിരാനുത ഹരേ മാ മുഞ്ച മാം ആനതം. ശ്രീധരസ്വാമികൾ പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൻ്റെ സത്തായിട്ടുള്ള നിന്തിരുവടിയിൽ ഭഗവാങ്കൽ നിന്നുണ്ടായതാണെങ്കിലും ഈ ലോകം നിത്യസത്യമല്ല. കയറിൽ നിന്ന് മായയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന സർപ്പം, സ്വർണത്തിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള വകഭേദങ്ങളായിട്ടുള്ള പണ്ടങ്ങൾ, നിലനിൽക്കുന്നതായിട്ടുള്ള യാഥാർത്ഥ്യഭാവങ്ങളല്ല. അങ്ങനെയാണെന്ന് വേദങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. യഥാർത്ഥവും അതീന്ദ്രിയവും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാത്തത് അദ്വിതീയവുമായിട്ടുള്ള സത്യം, അതല്ലെങ്കിൽ ഇന്ദ്രിയത്തിന് അപ്പുറമുള്ളതായിട്ടുള്ള ഈ ഇന്ദ്രിയ ഗോചരമല്ലാത്തതായിട്ടുള്ള ഈ ഭഗവത്വം, ആ നിത്യസത്യം, ഭഗവാന്റെ പരമാനന്ദപൂർണമായിട്ടുള്ള സാമ്രാജ്യം, അതല്ലെങ്കിൽ ധാമം മാത്രമാണ്. ആ സുന്ദരധാമത്തിന് എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഭഗവാൻ രമേശനാണ്. ആ ഭഗവാൻ ഈ സകലവിധ സന്തോഷിപ്പിക്കലും വസ്തുക്കളെ തന്നുകൊണ്ടും ലക്ഷ്മീഭാവത്തെ തന്നുകൊണ്ടും നമ്മെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ ലക്ഷ്മി പോലും എപ്പോഴും വണങ്ങുക, പരിചര്യ ചെയ്യുക, അങ്ങനെയുള്ള ഭഗവാനെ ഞാനും അങ്ങയെ ആശ്രയിക്കുന്നു, ഒരിക്കലും എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് വ്യാഖ്യാതാവ് ഒടുക്കം അതിനെ സമർത്ഥിച്ച് ഒരു ശ്ലോകം കൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം. മുഞ്ചന്നംഗ തദംഗസംഗമനിശം ത്വാമേവ സഞ്ചിന്തയൻ സന്തഃ സന്ധിയതോ യതോ ഗതമദാസ്ഥാനാശ്രമാനാവസൻ നിത്യം തന്മുഖപങ്കജാത് വികളിതത്വൽപുണ്യഗാഥാമൃതസ്രോത സംപ്ലവ സംപ്ലുതോ നരഹരേ നസ്യാമഹം ദേഹഭൃത് എന്ന് ശ്രീധരാചാര്യർ പറയണം. അല്ലയോ നരസിംഹമൂർത്തി, ഈ ശരീരത്തിലുള്ള അഭിമാനത്തെ തീരെ ഉപേക്ഷിച്ച് അങ്ങയെ തന്നെ നിരന്തരം സ്മരിച്ച് ഞാൻ എന്നുള്ള ഈ മതത്തെ മുഴുവൻ ഉപേക്ഷിച്ച് എപ്പോഴും സജ്ജനങ്ങളെ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ അവരുടെ ആശ്രമത്തിൽ വസിച്ചുകൊണ്ട് അവരുടെ മുഖത്തിൽ നിന്നും ഒഴുകുന്നതായിട്ടുള്ള ഈ കഥകൾ, ഭഗവാന്റെ കഥകൾ, ലീലകൾ, ഭക്തിഭാവങ്ങൾ, അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് അതിൽ കളിച്ച് കുളിച്ച് ആനന്ദിച്ച് എൻ്റെ എല്ലാ സമയവും ഞാൻ ഈ ശരീരം വിടുന്നത് വരെ, ഈ ജീവൻ ശരീരം വിടുന്നത് വരെ എനിക്ക് അവരുടെ കൂടെ ഈ സത്സംഗം അനുഭവിച്ചുകൊണ്ട് ഗുരുസേവനം പൂർത്തിയാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണമേ. അങ്ങനെ ഈ ജന്മം എനിക്ക് മുഴുവനായിട്ടും സത്സംഗത്തോടു കൂടിയിട്ട് ഭഗവത് സാന്നിധ്യത്തോടു കൂടിയിട്ട് ജീവിക്കാൻ സാധിച്ചു എങ്കിൽ പിന്നെ എനിക്കൊരു ദേഹത്തെ സ്വീകരിക്കേണ്ടി വരില്ല. ആ ഒരു ഭാഗ്യത്തെ, ഭഗവത് അനുഗ്രഹത്തെ വരമായിട്ട് എനിക്ക് നൽകുവാൻ ഭക്തവത്സലനായിട്ടുള്ള കരുണാനിധിയായിട്ടുള്ള ഭഗവാനെ, നരസിംഹമൂർത്തി, അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന മാത്രം മതി എന്നും. സത്സംഗം
ഭഗവത് ലീല ശ്രവണം, അതിൽ മനസ്സ് ശരീരം മുങ്ങിക്കിടക്കുക, അതിൽ നിന്ന് വിട്ടുപോരാതിരിക്കുക. അതിനെ ഭഗവാനോട് പ്രാർത്ഥിക്കുക, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ കർമ്മയോഗമായി, ഭക്തിയോഗമായി, ജ്ഞാനയോഗമായി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യണം. ഉപജീവനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യണം. ഭർത്താവ് എന്നുള്ള രീതിയിൽ മക്കൾ, പേരക്കുട്ടികൾ, മുത്തശ്ശൻ, അതേപോലെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മറ്റ് പലതരത്തിൽപ്പെട്ടതായിട്ട് നമ്മുടെ ബന്ധങ്ങൾ പലതുമുണ്ട്. പശുപരിപാലനം തൊട്ടുള്ള കാര്യങ്ങൾ, സസ്യം കൃഷി തൊട്ടുള്ള കാര്യങ്ങൾ, ദേവപൂജ തൊട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുകയും വേണം. അതുപോലെ ആത്മശുദ്ധി, ജീവശുദ്ധി, ആഹാരശുദ്ധി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നറിയും. ഈ സത്സംഗത്തോട് കൂടിയിട്ട് ഇത് മുഴുവൻ ചെയ്യുന്നത് കർമ്മയോഗമാണ്, ജ്ഞാനയോഗമാണ്, ഭക്തിയോഗമാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകം മാത്രം പഠിച്ചാൽ മതി. മുഞ്ചന്നംഗ തദംഗ സംഗം അനിശം. സദാസമയത്തും മുഞ്ചൻ എന്തിൽ നിന്ന് മോചനം നേടണം? ഈ വ്യവഹാരത്തിൽ നിന്ന് മോചനം നേടണം, ഈ വിഷയങ്ങളിൽ നിന്ന് മോചനം നേടണം. തത് അംഗസംഗം അനിശം ത്വാമേവ. സദാസമയത്തും അങ്ങയെ തന്നെ സംഘം ഉണ്ടാക്കുക, അതിങ്ങനെ തരിക. അതുമാത്രം സഞ്ചിന്തയൻ, അത് മാത്രം എപ്പോഴും സ്മരിക്കുക. സന്തഹ സന്ധി, സാത്വികരോടുള്ള ആ ഈശ്വരൻ ഭാവത്തിലുള്ള മുനിമാര്, ഋഷിമാര്, പണ്ഡിതന്മാര്, ഭക്തന്മാര്, അവരുമായിട്ടുള്ള സംഘം മാത്രം മതി. ഏതോ ഗതം, എവിടേക്കാണോ നമുക്ക് പോകാൻ പറ്റുക അവിടെയൊക്കെ പോവുക. പിന്നെയോ ഗതമദാഹ, അഹങ്കാരത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തുക, അഹങ്കാരത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കുക. താൻ ആശ്രമാൻ അവസൻ, അങ്ങനെയുള്ള മഹാഋഷികളുടെ ആശ്രമങ്ങളിൽ അങ്ങോട്ട് നിവസിക്കുക, വെച്ചാൽ വസിക്കുക സ്ഥിരമായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്ത് പോകണ്ടേ വേണം. അപ്പോഴും സ്മരണ എന്താ വേണ്ടത്? ജോലിക്ക് വിഘാതം വരുവരുത്, സ്മരണ മുഴുവൻ ഇങ്ങനെയാവേം വേണം. നിത്യം തൻ മുഖപങ്കജാത വികളിത, ആ ഭക്തന്മാരുടെ മുഖത്തിൽ നിന്നും വരുന്നതായിട്ടുള്ള വാക്കുകൾ, കഥാമൃതം, അതിൻ്റെ താത്വിക വശം, ഇത് മുഴുവൻ മുഖപങ്കജാത് വികളിത പറയപ്പെട്ടതായിട്ടുള്ള മുഴുവൻ ഒഴുകി വരുന്നതായിട്ട് ഇത് മുഴുവൻ ത്വത് പുണ്യഗാഥ, അമൃതം, ഭഗവാന്റെ പുണ്യഗാഥകളാണ്. അമൃത സ്രോത, അത് എവിടുന്ന് അങ്ങനെ വരണത് പറയാൻ പറ്റില്ല. സ്രോതസ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അതിൻ്റെ ഉത്ഭവം, ഉറവിടം. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, അതിന് മുടക്കില്ല, അജസ്രം, നിർഗളിതമാണ്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അതിങ്ങനെ ഒഴുകും. സംപ്ലവം, സംപ്ലുതോ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ എപ്പോഴും. അതിങ്ങനെ നമ്മൾ അതിലിങ്ങനെ കിടന്ന് ഒഴുകണം. അതൊഴുകും, ആ കഥകളിങ്ങനെ ഒഴുകും, നമ്മളും അതിൽ കിടന്നൊഴുകണം. ഒരു പൊങ്ങ് തടി പോലെ. അതിന് നരഹരേ, നരസിംഹമൂർത്തിയോട് പറയാണ്, ന സ്യാമഹം ദേഹഭൃത്. മാത്രമല്ല, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ന സ്യാം അഹം, എനിക്ക് പിന്നീട് ദേഹഭൃത്ത് ആയിട്ട് വേണ്ടി വരില്ല, പിന്നീട് ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരില്ല. ഇങ്ങനെ ശ്രീധരാചാര്യർ വളരെ ഭംഗിയായിട്ട് അതിനെ പറഞ്ഞിരിക്കണം. എന്തൊരു സുഖ അതിങ്ങനെ. ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും കൂടുതൽ പറഞ്ഞിട്ട് ഇപ്പം ഇന്നലത്തെ അത് 3 ആളാണ് കേട്ടത്. ശ്രുതിഗീത പറയാൻ തന്നെ പ്രയാസം. ഇതിൽ നോക്കിയിട്ട് അത് പറയുന്നത് അത് വളരെ കുറവ്. മറ്റെന്തൊക്കെയോ പറയാറുന്നുണ്ട്. അത് ശ്രുതിഗീത എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കുക, അപ്പോൾ പലരും പറഞ്ഞു കേൾക്കാം. ഇതിൻ്റെ വാച്യാർത്ഥം തന്നെ പറയുക, അതിൽ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റെന്തെങ്കിലും പറയുക. അങ്ങനെ പറയുന്നത് എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കുക. പുസ്തകം നിവർത്തി വെച്ചിട്ട് പ്രഭാഷണം കേൾക്കുക, അപ്പം മനസ്സിലാവും ഞാൻ പറയുന്നതും അതിൻ്റെ സാരാംശങ്ങളും. അപ്പോൾ ആ ഒരു സദ്ഭാവേന ഇത് കേട്ട് നമുക്ക് മുക്തിക്ക് അർഹത നേടിത്തരാൻ ഈ ശ്രുതിഗീത ഉപകരിക്കുമാറാകട്ടെ. ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക, വേറൊന്നും പറയാനില്ല. ഇത് ക്ഷമയില്ല.
യഥാർത്ഥത്തിൽ നമുക്ക് ഭഗവാങ്കലാണ് എത്തേണ്ടത് എന്നുള്ള ബോധം പോലും നമുക്കില്ല. രാവിലെ നീക്കണം എന്നില്ല, കുളിക്കണം എന്നില്ല, തേവാരം ചെയ്യണം എന്നില്ല. ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ അത് നാലാൾ കാണാൻ തൊക്കെ ചെയ്യുള്ളൂ, പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. ഞാൻ കൊടുക്കുന്നത് ഫോട്ടോ വരണം, ഞാൻ നമസ്കരിക്കുന്നത് ഫോട്ടോ വരണം, ഇങ്ങനെയാണ് എല്ലാവരുടെയും ഭാവം. ബാക്കിയുള്ളവർ ചെയ്യണത് നാലാൾ അറിയരുത്. അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ ഈ അനുഗ്രഹം കിട്ടില്ല. അപ്പോൾ വളരെയധികം മനസ്സിരുത്തുക. എന്താ വേണ്ടത്? സത ഇതമുത്ഥിതം സദിതി ചേന്നനു തർക്കഹതം വ്യഭിചരതി ക്വച മൃഷാ ന തഥോഭയയുക് വ്യവഹൃതയേ വികൽപ ഇഷിതോന്ധ പരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുദ്ധ ജഡാൻ. അപ്പം ഇതിൽ വളരെയധികം വ്യാഖ്യാനങ്ങൾ ഇതിൽ സംഭവിച്ചിരിക്കണം. എത്രയാണ് വ്യാഖ്യാനം പറഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ ശരിയാ. ഉദ്ഭൂതം ഭവതഃ സതഃ അപി ഭുവനം സത് ന ഏവ സർപ്പഃ സ്രജഃ കുർവൻ കാര്യം അപീഹ കൂടകനകം വേദഃ അപി ന ഏവം പരഃ അദ്വൈതം തവ സത് പരം തു പരമാനന്ദം പദം തന്മുദാ വന്ദേ സുന്ദരം ഇന്ദിരാനുതഹരേ മാമുഞ്ച മാമാനദം. മഹാദേവിയാൽ, മഹാലക്ഷ്മിയാൽ, ശ്രീദേവിയാൽ സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാനോട് പറയാണ്, അങ്ങയുടെ ഈ തൃപ്പാദത്തിൽ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്ന എന്നെ അങ്ങ് ഉപേക്ഷിക്കരുത്. ഈ കാണപ്പെടുന്നതായിട്ടുള്ള ദേഹം തൊട്ടുള്ള ഓരോന്നും, പ്രപഞ്ചവും ദേഹവും സത്ത് രൂപനായിട്ടുള്ള ഭഗവാനിൽ നിന്നുണ്ടായതാണ്. ഇത് വ്യവഹാരത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അത് സത്യമാണ് എന്നുള്ള ബോധം എനിക്ക് ഉണ്ടാകാതിരിക്കാൻ എന്നെ ഈ സച്ചിദാനന്ദ ഭാവത്തിലേക്ക് എൻ്റെ മനസ്സിനെ എത്തിക്കണം. ഈ ശരീരം അത് അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളത് അനുഭവിക്കുമ്പോൾ ദുഃഖ ദുരിതാ വേദനകളൊക്കെ ഉണ്ടാവും. അത് ഇല്ലാത്ത ഭാവത്തിൽ എന്നെ എത്തിക്കണം. അതിന് എൻ്റെ ബുദ്ധി ആ ഒരു ഭാവത്തിലേക്ക് എത്തിക്കണം. അതിൻ്റെ യാഥാർത്ഥ്യം അത് അറിയിക്കണം. അപ്പോൾ അത് അറിയാത്തത് വരെ നാം ചെയ്യുന്നത് ഒരു കൃത്രിമമായിട്ടുള്ളൊരു ഭാവമായിരിക്കും. ഇത് എങ്ങനെയാണോ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ഭാവത്തിൽ നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യും. അത് വേണ്ട. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. ഭഗവത് കടാക്ഷം, ഭഗവാന്റെ ഈ അനുഗ്രഹം, ഒരു നോട്ടം അത് കിട്ടില്ല. അത് കിട്ടുന്നത് വരെ, ഈ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുന്നത് വരെ ഈ മായാകൽപിതമായിട്ടുള്ള പ്രപഞ്ചം സത്യമാണ് എന്ന് തോന്നുന്നുണ്ട്. ആ തോന്നൽ ഒഴിവാക്കി തരണം. അത് എപ്പോഴാണോ ഈ സത്യാവസ്ഥ മനസ്സിലാകുന്നത്, അപ്പോൾ ദേഹവും നശിക്കും, പ്രപഞ്ചവും നശിക്കും. നമുക്ക് ഇത് മുഴുവൻ എൻ്റെയാണ് എന്നുള്ള ബോധം, ഇത് ഞാനിപ്പോൾ ഇതിലാണ് എന്നുള്ള ബോധം, അതൊക്കെ ഇല്ലാണ്ടാവും. ഞാനും ഭഗവാനും ഒന്ന് എന്നുള്ള രീതിയിലെത്തും. അപ്പോൾ ഇതിനെ മുഴുവൻ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഉണ്ടാക്കിയത്. ഇതിനെ മുഴുവൻ നിഷേധിക്കുകയാണ് വേണ്ടത്. വേദവും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നത് പോലെ എന്തിനെയൊക്കെയോ നമ്മൾ ഭയപ്പെടുന്നു. ഭയം എന്നുള്ളത് ആവശ്യമില്ല. ദേഹത്തെയാണ് ഭയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവനെ അത് ആപത്തില്ലാത്ത രീതിയിലാക്കി തീർക്കാൻ സാധിക്കും. അതിന് ഭഗവാന്റേതായിട്ടുള്ളത് ഇത് മുഴുവൻ ഭഗവാന്റേതാണ് എന്ന് ഓരോന്നിനെയും, നാമായാലും വേണ്ടില്ല, രൂപമായാലും വേണ്ടില്ല, അതൊക്കെ ഭഗവത് കാര്യമായിട്ട് ചിന്തിക്കുക. ഈ പ്രപഞ്ചത്തിൽ എന്ത് കണ്ടിട്ടും ഭ്രമിക്കണ്ട. ഇതെല്ലാം ഭഗവാന്റെ ഒരു അംശം എന്നുള്ള രീതിയിൽ മാത്രം കണ്ടുകൊണ്ട്, അഥവാ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അത് ഇങ്ങനെ അനുഭവിപ്പിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ ഒരു നമ്മുടേതായിട്ടുള്ള ഈ പ്രാരബ്ധത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഒരു സഹായം. അത് നമുക്ക് ചിലപ്പോൾ ഗുണമായിട്ടാണ് വരിക, ചിലപ്പോൾ ദോഷമായിട്ടാണ് വരിക. നമുക്ക് ഇഷ്ടമായിട്ടാണ് വരിക, ചിലപ്പോൾ അനിഷ്ടമായിട്ടാണ് വരിക, ചിലപ്പോൾ ദുഃഖമായിട്ടാണ് വരിക, ചിലപ്പോൾ അത് വേദനയായിട്ടാണ് വരിക. പക്ഷേ സാരമില്ല, അതിനെ അനുഭവിക്കാം. ആ സമയത്തും ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കുക, അതിലൊരു സച്ചിദാനന്ദത്തെ അനുഭവിക്കുക.
ഭഗവത്പരമായിട്ട് ചിന്തിക്കാനും മനസ്സ് അതിലേക്ക് എത്തിക്കാനും നമുക്ക് ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ട് ഭഗവാനെ ഞാൻ എന്താ നമസ്കരിക്കണു. ഇത് നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ആ സത്യത്വ ബുദ്ധി ഒരു കാലത്തും നമ്മുടെ മനസ്സിനെ, ശരീരത്തെ കീഴടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കണം എന്ന് ശ്രീശാചാര്യ സ്വാമികൾ വിസ്തരിച്ച് പറയണം. വളരെ പ്രധാനപ്പെട്ടതാട്ടോ ഈ ശ്ലോകം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ വ്യാഖ്യാനം. മൂന്ന് ചില്ലാൻ പേജുണ്ട് വ്യാഖ്യാനം. ഇനി ഒന്നിൽ മാത്രമല്ല, എല്ലാ പുസ്തകങ്ങളിലും ഇതേപോലെ തന്നെ ധാരാളം വ്യാഖ്യാനങ്ങൾ. എത്രയാ പറഞ്ഞിരിക്കണമെന്ന് ചോദിച്ചാൽ നിശ്ചയം അത്രയും കൂടെ ഉണ്ട്. സത ഇതമുത്ഥിതം സദിതി ചേന്നനു തർക്കഹതം വ്യഭിചരതി ക്വച ക്വച മൃഷാ ന തഥോഭയയുക് വ്യവഹൃതയേ വികൽപ ഇഷിതോന്ധ പരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്ത ജഡാൻ. വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഈ പ്രപഞ്ചം നമ്മളെ വല്ലാതെ കണ്ട് തെറ്റിദ്ധരിപ്പിക്കും. ഇത് നമ്മുടേതാണ്, ഇത് നമുക്ക് വേണം എന്ന് തോന്നും. അതിനെ ഉപേക്ഷിക്കുക, അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കുക, അത്രയേ വേണ്ടൂ. എന്നാൽ പിന്നീട് അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശരീരം സ്വീകരിക്കേണ്ടി വരില്ല. അതിനെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ഭഗവാൻ? ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാൻ, ലക്ഷ്മി നരസിംഹമൂർത്തി നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. തെരമംഗലത്തെ തേവർ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് ദശമത്തിലെ ഭാഗവതത്തിലെ ദശമത്തിലെ 87-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം, 23-ാമത്തെ ശ്ലോകമായിട്ട് ശ്രുതിഗീതയിൽ. എല്ലാവർക്കും ഷെയർ ചെയ്യുക, 2-3 വട്ടം കേൾക്കുക. കുറേ കാര്യങ്ങൾ മനസ്സിലാവും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ.